നമസ്കാരം, ഒലിവ് മസാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മറുനാടൻ രുചി വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ക്യാരറ്റ് കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അത് സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. ഈ റെസിപ്പിയുടെ പേര് ഹണി സിന്നമൺ ഗ്ലേസ്ഡ് ക്യാരറ്റ്. നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ ടോട്ടൽ ഒരു 7-8 മിനിറ്റ് മതിയാവും. ഇവിടെ ഞാൻ 2 വലിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അല്പം ഉപ്പും ചേർത്ത് ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. നമ്മളിതൊരു 50% കുക്ക് ചെയ്യുന്നുള്ളത്, കംപ്ലീറ്റ് കുക്ക് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ ഗ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഷൈനി ആയിട്ട് ഈ ക്യാരറ്റ് ആക്കിയെടുക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഗ്ലേസ്ഡ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി നമുക്ക് ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് ഒരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കാം. നമുക്കിതിലേക്കൊരു സിനമൺ സ്റ്റിക്ക്, ഒരു കറുവാപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ ആ കറുവാപ്പട്ടയുടെ ഫ്ലേവർ ഈ ക്യാരറ്റിലേക്ക് അബ്സോർവ് ചെയ്തോളും. ഇനി സിനമൺ സ്റ്റിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്ലേവർ, ഏലക്കയോ ജിഞ്ചറോ അങ്ങനെ എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് അല്പം ഹണി കൂടി ഒഴിച്ചൊരു 10-20 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹണി സിന്നമൺ ഗ്ലേസ്ഡ് ക്യാരറ്റ് റെഡി ആയി കഴിഞ്ഞു. ക്യാരറ്റ് എല്ലാം നല്ല ഗ്ലേസ്ഡ് ആയിട്ട് വന്നിട്ടില്ലേ? അതിൻ്റെ ഒരു ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി അപ്പറ്റൈസിങ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി സാധാരണ ഈ ഗ്ലേസ്ഡ് ക്യാരറ്റ് ഒരു സൈഡ് ഡിഷായിട്ടാണ് കഴിക്കുക. ഇന്ന് നമുക്കിതൊരു സ്റ്റേക്കിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മാഷ്ഡ് പൊട്ടാറ്റോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പീസ് സ്റ്റേക്ക് പ്ലേസ് ചെയ്യാം. ഈ സ്റ്റേക്കിൻ്റെയും മാഷ്ഡ് പൊട്ടാറ്റോസിൻ്റെയും റെസിപ്പികൾ വരും ആഴ്ചകളിൽ ഒരു മസാലയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇനി സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.